ഷാജി കണ്ണൂരുകാരനാണോ തൃശ്ശൂരുകാരനാണോ എന്നറിയില്ല. ആരായാലും ഒളിച്ചിരിക്കാതെ പുറത്തു വരണം. ഞാനാണ് യഥാർത്ഥ പോരാളി ഷാജി എന്ന് പറയാൻ ധൈര്യം കാണിക്കണം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴങ്ങിക്കേൾക്കുന്ന വെല്ലുവിളിയാണിത്. ഇടതുപക്ഷത്തിന്റെ എല്ലാമായ പോരാളി ഷാജിയെ ഇത്ര ധൈര്യത്തോടെ വെല്ലുവിളിക്കാൻ ധൈര്യം കാണിച്ചത് മറ്റാരുമല്ല, കണ്ണൂർ CPM ജില്ലാ സെക്രട്ടറി MV ജയരാജനാണ്. സഖാവ് ഇത്രയേറെ രോഷാകുലനാവാൻ കാരണം എന്താവാം? ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിയ ഷാജി അണ്ണന്റെ ഫാൻസിന് ഇതെങ്ങനെ സഹിക്കും? ഇടതുപക്ഷത്തിന് വേണ്ടി വാതോരാതെ പോരാടി സർവത്ര ശത്രുക്കളെ സമ്പാദിച്ച ഒരു FB പ്രൊഫൈലാണ് പോരാളി ഷാജി. പേര് പോലെ തന്നെ സൈബർ ഇടത്തെ ഇടത് പോരാളി. ഇടതിനെതിരെ ശബ്ദമുയർത്തുന്നവരെ കേട്ടാൽ അറയ്ക്കുന്ന തെറിവിളി പോലും നടത്താൻ മടി കാണിക്കാതിരുന്ന, പാർട്ടി ഇനി കൊലപാതകം വരെ ചെയ്താൽ പോലും അതിനെ ന്യായീകരിക്കുന്ന അസൽ അടിമ പ്രൊഫൈൽ. ഇന്ത്യയിൽ ഇടതിന്റെ നില പരുങ്ങലിലാണെങ്കിലും ഇടതുപക്ഷത്തിനെ പോലെ സോഷ്യൽ മീഡിയയിൽ ഇത്രയേറെ സ്വാധീനവും സാന്നിധ്യവുമുള്ള പാർട്ടിയുണ്ടോ എന്ന സംശയമാണ്. അത്രയേറെയുണ്ട് പാർട്ടി വളർത്തിയതും സ്വയം വളർന്നതുമായ സൈബർ പോരാളികൾ. പാർട്ടിയോ നേതാക്കളോ എന്തെങ്കിലും വിവാദത്തിൽ പെടുമ്പോഴെല്ലാം സൈബർ സഖാക്കൾ ഒഴുക്കുന്ന ക്യാപ്സ്യൂളുകൾക്ക് അതുകൊണ്ട് തന്നെ പഞ്ഞമേയില്ല. ന്യായീകരിച്ച് മെഴുകുന്നതിന്റെ ആദ്യ പാഠം പാർട്ടി ക്ലാസുകളിലല്ല, സൈബർ ഇടത്താണ് കുട്ടി സഖാക്കന്മാർക്ക് ലഭിക്കുന്നതെന്ന് വ്യക്തം. ഒടുവിലിത് പാർട്ടിയെ അത്രമേൽ ആത്മാർത്ഥതയോടെ സേവിച്ച പോരാളി ഷാജിയോടും കടക്ക് പുറത്ത് പറഞ്ഞിരിക്കുകയാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. പാനൂരിൽ PK കുഞ്ഞനന്ദൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യവെയാണ് ഇടതുപക്ഷ അനുകൂല ഗ്രൂപ്പുകളായ പോരാളി ഷാജി, ചെങ്കതിർ, ചെങ്കോട്ട എന്നിവയ്ക്കെതിരെ അദ്ദേഹം രംഗത്തെത്തിയത്. 8 ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള പോരാളി ഷാജിയിൽ പാർട്ടി നേതാക്കൾക്കെതിരെ അപകീർത്തികരമായ പോസ്റ്റുകൾ വരുന്നതിനെ എതിർത്തുകൊണ്ടായിരുന്നു MV ജയരാജന്റെ പരസ്യ പ്രതികരണം. എന്നാൽ ഇത് കേട്ട മിണ്ടാതിരിക്കുകയല്ല, പകരം അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തെന്ന മറുപടിയുമായി പോരാളി ഷാജി രംഗത്ത് വന്നു. തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ തങ്ങളുടെ മെക്കെട്ട് കയറാൻ വരണ്ടെന്നും രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അറിയില്ലെങ്കിൽ നിർത്തിവല്ല പണിക്കും പൊയ്ക്കൂടെ എന്നുമായിരുന്നു പോരാളി ഷാജിയുടെ ചോദ്യം. ജനങ്ങളെല്ലാം കാണുന്നുണ്ടെന്ന പഞ്ച് ഡയലോഗ് പറഞ്ഞാലൊന്നും ജനം വോട്ട് ചെയ്യില്ലെന്നും ജനമെല്ലാം കണ്ടതുകൊണ്ടാണ് 19 ഇടത്തും 8 നിലയിൽ പൊട്ടിയതെന്നും പോരാളി ഷാജി കുറ്റപ്പെടുത്തി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ LDF തോൽക്കാനുള്ള 19 കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പോരാളി ഷാജിയുടെ പോസ്റ്റ്. 6 മാസം പെൻഷൻ മുടങ്ങിയതുൾപ്പെടെയുള്ള കാരണങ്ങൾ പോരാളി ഷാജി ചൂണ്ടിക്കാണിച്ചു. നിരവധി സൈബർ സഖാക്കൾ പോരാളിക്കൊപ്പം നിന്നതോടെ MV ജയരാജൻ കളം മാറ്റിച്ചവിട്ടി. പോരാളി ഷാജി ആരാണെങ്കിലും പരസ്യമായി പുറത്തു വരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പാർട്ടിയെ നശിപ്പിക്കാൻ സംഹാരാത്മകമായി പോസ്റ്റിടുകയാണ് പോരാളി ഷാജി. ഒന്നല്ല, ഒരുപാട് വ്യാജ ഗ്രൂപ്പുകൾ ഉപയോഗിച്ചാണ് പോരാളി ഷാജി പാർട്ടിക്കെതിരെ പോസ്റ്റിടുന്നത്. പാർട്ടിക്കെതിരെ പോസ്റ്റിടുന്നത് ഡ്യൂപ്ലിക്കേറ്റ് പോരാളി ഷാജിയാണെങ്കിൽ ഒറിജിനലിന്റെ അഡ്മിൻ പുറത്തു വരണമെന്നും MV ജയരാജൻ ആവശ്യപ്പെട്ടു. പാർട്ടി സോഷ്യൽ മീഡിയയിലെ വിമർശനത്തിന് എതിരല്ല. സോഷ്യൽ മീഡിയയിൽ വിമർശിക്കാൻ പാർട്ടി അംഗങ്ങൾ അല്ലാത്തവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അംഗങ്ങൾ അവരുടെ ഘടകങ്ങളിലാണ് വിമർശിക്കേണ്ടത്. പോരാളി ഷാജി ഇടതുപക്ഷക്കാരനാണെങ്കിൽ അവർ തുറന്നു പറയണം. ഇതു കണ്ടെത്താൻ പാർട്ടിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നേരത്തെ MA റഹീമിനെ എരണം കെട്ടവനെന്ന് വിശേഷിപ്പിച്ച് പോസ്റ്റിട്ടതിന് പോലീസിൽ പരാതി നൽകിയിരുന്നു. വടകരയിൽ ശൈലജ ടീച്ചറെ അധിക്ഷേപിച്ചത് കോൺഗ്രസുകാരാണ്. ഷാഫി പറമ്പിലിനെ അനുകൂലിക്കുന്നവരാണോ പോരാളി ഷാജിക്ക് പിന്നിലെന്ന് അറിയണമെന്നും MV ജയരാജൻ പറഞ്ഞു. എന്തായാലും ഇടത് സഖാക്കന്മാർ തേനെ പാലേ എന്നു കരുതി പൊന്നുപോലെ കൊണ്ടു നടന്നിരുന്ന വെട്ടുകിളി പ്രൊഫൈലും പണിയായിരിക്കുകയാണ്. ഇനിയും ആത്മപരിശോധന നടത്തി തിരുത്തി മുന്നോട്ടു പോകാനല്ല, മറിച്ച് വിമർശിക്കുന്നവരെ വിവരദോഷിയെന്നും പരനാറിയെന്നും അധിക്ഷേപിച്ച് ധാർഷ്ട്യത്തോടെയാണ് പോക്കെങ്കിൽ ഇടത് ഇന്ത്യയിലില്ലെന്ന് പരിതപിച്ച് ചെങ്കൊടിയും നോക്കി മൂലക്കിരിക്കാനാകും സഖാക്കന്മാരുടെ യോഗം.